ഓക്കെ, ഈ ലോക്ക് ഈ ഒരു പിടുത്തത്തിനെ എങ്ങനെ മറികടക്കാന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പിടിക്കുന്ന സമയത്ത് ഓക്കെ, ശരിയാ നീ കേട്ടത് ശരിയാ, കാടളക്കി വരണ കൊമ്പനെ തളച്ചത് ശരി. ഇതിന് പറയാ കൂപ്പുകൈ പ്രയോഗം എന്നൊക്കെയാണ് പറയല്. അപ്പൊ കൈ ഇങ്ങനെ വെക്കുക, ഇതിൽ നേരെ ഇതിൽ കൊണ്ടുവരിക, നേരെ കൈ എടുത്തിട്ട് ഇവിടെ വെക്കുക, നേരെ താത്തുക, ഇവിടെ കുത്ത, ഇവിടെ ചവിട്ട ഒക്കെ ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് സാധാ നമ്മളെ എന്താ പറയുക, നമ്മളെ ഏകദേശം നമ്മുടെ ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മളെക്കാളും ഹൈറ്റ് കൂടിയ നമ്മളെക്കാളും ശക്തരായ ഒരാളാണെങ്കിൽ ഇത് നടക്കുക. നമുക്കൊന്ന് നോക്കാം. ഒന്നും അറിയുന്നില്ലല്ലോ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആളെ ഈ ലോക്ക് എനിക്ക് എന്നേക്കാൾ ശക്തനാണ്, എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ ഇത്രയും വലിയ ആളുകളോട് ഈ ലോക്ക് ചെയ്യുന്നത് യാതൊരു കാര്യമില്ല. ഇയാള് എന്റെ ഹൈറ്റ് ഏകദേശം ഹൈറ്റ് വരികയാണ്, ഫൗണ്ടേഷൻ കുറഞ്ഞുകൊണ്ടാണ് എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇങ്ങനെ പിടിക്കുന്നതാണ്. പെട്ടെന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യാം, കൈയോടെ പിടിക്കാം, ഇവിടെ പിടിക്കാം. ഓക്കെ, ഇതെന്ത് ചെയ്യാം, പിന്ന് വെച്ച് അമർത്തി തന്നാല് എങ്ങനെയായാലും വേദന ഉണ്ടോ? നല്ല ഉണ്ട്. ഓക്കെ, ഇനി മറ്റേ കൈ കൊണ്ട് അടിക്കാനോ പറ്റുന്നുണ്ട്. അപ്പൊ അതും വരുന്നുണ്ട്. ഈ ലോക്കിനൊക്കെ ഒരു പരിമിതി ഉണ്ട് എന്നാണ് നമ്മളിവിടെ പരിമിതിയാണ്. കാരണം എല്ലാ ലോക്കും പറ്റുന്ന ഞാൻ പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ ലോക്ക് എന്തായാലും ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആയിട്ട് പിന്നെ വേണം ഇവിടെ ഒന്ന് നോക്കുക, കൈ ലൂസാക്കുകയും ചെയ്യുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഓടി മാറണം. അല്ലെങ്കിൽ എന്ത് ഈ കൈ കൊണ്ട് അടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ കൈ അടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, ഇവിടെ പൊട്ടി ആ സമയത്ത് തന്നെ കൈ ഒഴിവാക്കി വേണം ഇത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടും, അതേ മറ്റ് വഴികൾ നോക്കുകയും ചെയ്യും. അല്ലാതെ ഈ ലോക്കും പിടിച്ച് അങ്ങനത്തെ നിന്ന് കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല, സുഖമായിട്ട് അടിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഈ ലോക്കിലെ പ്രത്യേകത. ചില ലോക്ക് മാത്രമേ പവർ ചെയ്യാവൂ, എല്ലാ ലോക്കും പറ്റുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. ശരിയാ നീ കേട്ടത് ശരിയാ, കാടളക്കി വരണ കൊമ്പനെ തളച്ചത് ശരി.